ആവി വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കല്ല് വയ്ക്കാം. കല്ല് വയ്ക്കണം. അതെന്താ കല്ല് വയ്ക്കുന്നത്? കല്ല് വെക്കണേ അവിടുന്ന് ആ ഭാഗം വേകാൻ വേണ്ടിയാണ്. വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇനി എത്ര നേരം പിടിക്കും? ഇനി ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കൂടി. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇപ്പം ശരിയാവും. അപ്പോൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇക്ക ഒറ്റയ്ക്ക് കിടന്ന് വെറുതെ ചെയ്യുന്നു. ഞാൻ കൈ ഇടുന്നില്ല, അറിയാം. ആരെങ്കിലും ഒരാളുവാ അയക്കാം, ഹെൽപ്പ് ചെയ്തു പോകും ഒരു സൈഡിൽ നിന്ന്. കല്ല് വെച്ച് ആ ഭാഗം വേവിക്കലാണ്. വേവിക്കാനാണ്. ഇവിടെ ഏറെ ഉണ്ട്. ഇവിടെ സാധനം വെന്തിട്ടിരിക്കുന്നു. ആ ഫുള്ള് ഏറെ അങ്ങടെ വന്നത്. ആ സൈഡിലെ ഏറൊക്കെ ഇവിടെ വരും. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ നല്ല മണം വരുന്നുണ്ട് കേട്ടാ. പൊട്ടിക്കാറായില്ലേ? പൊട്ടിച്ചോളേ. ഇങ്ങനെ പുറത്തോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഓരോ സൈഡ് വേവിച്ച് സ്മെല്ല് നോക്കണം. എന്താണ് അടി പിടിക്കാണ്ടിരിക്കാൻ നോക്കണം. ഓക്കെ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി സ്മെല്ല് നോക്കാം. നോക്കണ്ടായിരുന്നു, എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് നല്ല. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ ദമ്മായിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടിക്കാൻ പോവാണ്. പൊട്ടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പൊട്ടിക്കാൻ പോകും. 10 മിനിറ്റ് പൊട്ടിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്. കവി വ്യക്തമാകുന്നത് അതാണ്. ഗ്ലാസ് പൊട്ടിക്കാൻ പോവാണ്. ആദ്യം നമുക്ക് കല്ലൊക്കെ കളയാം. പുറത്ത് നിലത്തെടുത്ത് വെക്കണം. അതെടുത്തോ, മൊത്തത്തിലെ പടി എടുത്ത് വയ്ക്കുവാണല്ലേ. അപ്പോൾ നമ്മളെ പൊട്ടിക്കാറായോ? അപ്പൊ നമ്മുടെ ദമ്മ് പൊട്ടിക്കാറായി. നമുക്ക് പൊട്ടിക്കാനും വലിക്കാനും എന്തായാലും എനിക്ക് പ്ലേറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വന്നോളൂ. ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് വന്നോളാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പുറത്തോട്ട് വായിക്കാം. അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. പൊട്ടിച്ചോളൂ. പൊട്ടിച്ചു. എന്റെ മച്ചാനെ രക്ഷയില്ലട്ടാ. പൊട്ടിച്ചിങ്ങനെ വേറെ പകർത്താല്ലേ കുറച്ച് റൈസ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു രീതിയിൽ വെക്കാം. കൊച്ചിക്കാരെല്ലാരും വെക്കും. പക്ഷെ നമ്മളെ ഒറിജിനൽ എല്ലാ സാധനവും ഒറിജിനൽ ആണ്. വേറെ ഒന്ന് കളറോ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വേറൊരു കീഴില് RKG തന്നെ ഉപയോഗിക്കും. ഡാൽഡക്ക് ഒറിജിനൽ ഡാൽഡ തന്നെ യൂസ് ചെയ്യും. ഒന്നും ഉപയോഗിക്കും. കുറഞ്ഞ സാധനങ്ങളുണ്ട് ഞങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെന്താ തീർച്ചയായിട്ടും വിളമ്പാൻ വേണ്ടി നിൽക്കുകയാണ്. ഇങ്ങോട്ട് തരിക. പീസ് ഓ എൻ്റെ അടുത്തായിരുന്നല്ലേ, എനിക്കിട്ട് താങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയേക്കാം. പാടുപെടും. ബാക്കിലും ചൂട്, ഫ്രണ്ടിലും ചൂട്, കയ്യിലും ചൂട്. മസാലയുടെ ഒക്കെ മൊത്തം റൈസിലൊക്കെ ശരിക്കും പിടിച്ച് റൈസിൽ നിന്നേ ആ ബട്ടറിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടി തുടങ്ങുന്നുണ്ട്. ഇപ്പം അടിയിലേക്ക് പോകണം. അപ്പം ഇതും കൂടി കഴിയുമ്പോൾ ശരിക്കും മസാല എക്സ്ട്രാ വേണ്ട. അധികം മസാല എക്സ്ട്രാ ഇല്ല. നല്ല രീതിയിൽ തന്നെ ടേസ്റ്റ് ഉണ്ട്. ചോറിൽ ശരിക്കും മസാല പിടിച്ചിട്ടുണ്ട്. സാധനം അച്ചാർ വന്നൊരു വെറുതെ കഴിച്ചോണ്ടിരിക്കാം. ഡേറ്റ്സ് പിക്കിൾ സാധനം നമുക്ക് വലിയ രീതിയിൽ ചെറിയ രീതിയിൽ ഞാൻ ഓർഡർ എടുക്കുമല്ലോ. നല്ല രീതിയിലുള്ള ബിരിയാണി നല്ല ടേസ്റ്റ്. ഇങ്ങോട്ട് വരെ ചെറിയ രീതിയിലും വലിയ രീതിയിലും ഓർഡറുകൾ ഇവർ സ്വീകരിക്കുന്നതായിരിക്കും. പിന്നെ സദ്യ ഉണ്ടോ? നമുക്ക് സദ്യയില്ല. ഞങ്ങൾക്ക് ട്രഡീഷണൽ ഫുഡായിട്ടുള്ളത് നാടൻ ചോറ്, മീൻകറി. ഞങ്ങളൊരു സ്പെഷ്യലാണ് ഈന്തപ്പഴം അച്ചാറാണത്. നല്ല സ്വീറ്റ് ശർക്കരയൊക്കെ ഇട്ട്. ശർക്കര, ഈന്തപ്പഴം, നമ്മുടെ വാളംപുളി. അത് തന്നെ ഞാൻ പറയാം. പുളിജാമില്ലേ അതുപോലെ ഇരിക്കണം വിത്ത് ഡേറ്റ്സ്. ഇത് തന്നെ മതിയോ സാധനം. ഇങ്ങോട്ട് വന്നോളാം. നമ്മുടെ മലബാർ അടുക്കള ഇരിക്കേണ്ടാവും.
നസീർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ റിയാസിക്ക് എല്ലാവരും ഉണ്ടാവും. ഇവിടെ വന്നാൽ നല്ല ബിരിയാണി വീട്ടിലേക്ക് പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകാൻ വാങ്ങിച്ച്, പാഴ്സലല്ല ഓർഡർ പറയാം, വീട്ടിൽ വരും. അവിടെ വന്ന് സെറ്റ് ചെയ്യല്ലേ? അവിടെ വന്ന് സെറ്റ് ചെയ്ത് തരും. ഞങ്ങൾ അവിടെ വന്ന് സെറ്റ് ചെയ്ത് അവിടെ നിന്ന് പ്രിപ്പറേഷൻ വേണമെങ്കിൽ അവിടെ നിന്ന്, ഇവിടെ വേണമെങ്കിൽ ഇവിടെ പ്രിപ്പറേഷൻ ചെയ്ത് ഇവിടുന്ന് കൊടുക്കും. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇത് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ഇത് ബോർഡ് എന്ത് ബോർഡാണ്? മാസ്റ്റർ കോച്ചിങ് ബോർഡ് റോഡ്. അവിടെ വന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ നമ്മുടെ മലബാർ അടുക്കള കാണാം. ഇങ്ങോട്ട് വന്ന് ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാവും, വന്നോളുക, ഓർഡർ കൊടുത്തോളുക, ബിരിയാണി വീട്ടിൽ കൊണ്ടുപോയി അവർ വെച്ച് തരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെച്ചിട്ട് അങ്ങോട്ട് വരും. വന്നാൽ അതായത് ഇങ്ങനെ നല്ല ഗുമാന്ന് കഴിക്കുക. കൊള്ളരുത് പൈസ. വളരെ നന്ദിയുണ്ട് താങ്ക് യു. ബിരിയാണിക്ക് നസീറിനും വളരെ നന്ദിയുണ്ട്. മൊത്തം പാക്ക് ചെയ്തോ, നമുക്ക് അടുത്തേക്ക് കാണാം.